Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. നമ്മള് ഒരു ഓവർവ്യൂ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ നോക്കിയായിരുന്നോ? എന്തായാലും നിങ്ങള് PG ക്ലാസ്സിൽ നിന്ന് മാറിയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം. എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ PG കൂടി അറ്റൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചെറുതായിട്ട് നിങ്ങൾ ഒരു ഡൗട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഹൗ ടു ബിക്കം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് സ്പീഡിലാണ് പറഞ്ഞു പോയത്. അപ്പോ എന്താ പറയുക, എന്തായാലും മനസ്സിലായോ എന്ന് ഞാൻ കൺഫേം ചെയ്യാതെ തന്നെയാണ് ക്ലാസ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് എടുക്കാം, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അതിന് മുന്നുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വായിച്ചിട്ട് ഒക്കെയാണോ? ഒരു റിപ്പീറ്റേഷൻ ചാപ്റ്റർ ആണ്, അതായത് ഓരോ പാരഗ്രാഫിലും പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അതിന് മുന്നിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? റെസ്പോണ്ട് ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. Clear ആണ് മാം. ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് പോയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പീഡിലാണ് ഡൗട്ട് ക്ലിയർ ചെയ്തത്. ഒന്നുകൂടെ ഹൗ ടു ബിക്കം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഭാഗം ഒന്നും കൂടെ വിളിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എന്തായാലും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തായാലും പറഞ്ഞു പോകുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അത് നമുക്കറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ശരിക്കും അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്ന കോഴ്സ് അല്ലെ? അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിപ്പോ ചാപ്റ്ററിന്റെ പേര് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് അല്ലെ, നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും തന്നെ എടുത്തിട്ടുണ്ടാവും ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. ആൻ ഓവർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിച്ചൊരു ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ആ റോളിലേക്ക് വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അദ്ദേഹം ആരോ അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി വഹിക്കുന്ന വ്യക്തികൾ പ്രാധാന്യമായിട്ടും എന്തെല്ലാം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യം. നമുക്കറിയാം, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ഹോസ്പിറ്റലിന്റെ ചെയ്യുന്നുണ്ട്, എടുക്കാത്തവര് ചാപ്റ്റർ എടുക്കാത്തവർ എടുക്കുക. അനോവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അതില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇതിൽ പറയുമ്പോൾ, വ്യൂവിൽ പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് മൊത്തത്തിൽ ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമാണ് ഈ അഡ്മിനിസ്ട്രേഷന് അല്ലെ, അഡ്മിനിസ്ട്രേറ്റർക്ക് നല്ല നയങ്ങൾ, അതായത് പുതിയ പുതിയ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാനോ എന്തെങ്കിലും പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ആ നയങ്ങളെല്ലാം മാനേജ്മെന്റിന്റെ ഒരു മാനേജ്മെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവർക്ക് ഇറക്കാനായിട്ട് സാധിക്കുന്നത്. ഏതൊരു ഹോസ്പിറ്റലിന്റെ അധികാരികൾക്ക് മുൻപിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് പുതിയ പുതിയ നയങ്ങൾ രൂപീകരിച്ച് അത് മീറ്റിംഗ് ഒക്കെ കൂടി സാങ്ഷനൊക്കെ കിട്ടിയിട്ടാണ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, എല്ലാവരും ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിയമവശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എത്തിക്കലായിട്ട് ലീഗൽ ഇഷ്യൂസിലൊക്കെ പഠിച്ചു. പിന്നെ അതേമാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് അല്ലെ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, വെന്റിലേറ്ററോ, ഓപ്പറേഷൻ തിയേറ്റർ, CSB, അതല്ലെങ്കിൽ എന്താണോ മറ്റേ അല്ലെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങള്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടും അവയർനെസ് ഉണ്ടെങ്കിലാണ്, അതല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എല്ലാ വർഷങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല ഒരു അവബോധം ഉണ്ടെങ്കിലാണ് നല്ല നല്ല നയങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ, ഇൻ കേസ് പബ്ലിക്കിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
നല്ല സർവീസ് ആണ് ഈ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാനൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള നോളജും സ്കില്ലും അല്ലെ കഴിവും ഉണ്ടായിരിക്കണം. അപ്പൊ അത് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ആദ്യ കാര്യങ്ങളിലൊക്കെ പഠിച്ചത്. ഇനി ഇതിൽ പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവാൻ, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെങ്കിൽ നേരത്തെ കൂട്ടി കുറെ നോളജ് നമുക്കറിയാം, ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം കൃത്യമായിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് കുറച്ചും കൂടി അല്ലെ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും, അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ frequently interact with the doctors, nurses, surgeons and technicians. അതായത് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഡോക്ടേഴ്സുമാരുടെയോ നഴ്സുമാരുടെയോ സർജന്മാരുടെയോ അല്ലെങ്കിൽ മറ്റു ടെക്നിക്കൽ ആയിട്ടുള്ള വ്യക്തികളുടെ എല്ലാം സാങ്കേതിക വിദഗ്ധരുടെ എല്ലാം ഇടയിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യുന്ന സംവാദത്തിന് ഏർപ്പെടും. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും അല്ലെ എന്തൊക്കെ കാര്യങ്ങള് ഭേദഗതികളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. ഒരു സ്ഥാപനം നല്ലൊരു സർവീസ് കാഴ്ചവെക്കാനായിട്ട് എവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതെല്ലാം ഈ വ്യക്തിക്ക്, ഈ അഡ്മിനിസ്ട്രേറ്ററിന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വീണ്ടും പറയുകയാണ്, they control the operation of a health care organization. അവരാണ് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ, നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കുന്നു. And seldom meet directly with the patient in the health care facility. അതായത് പേഷ്യന്റിന്റെ ഫെസിലിറ്റി നമുക്കറിയാം, പേഷ്യന്റിന് നല്ല ഫെസിലിറ്റി പ്രദാനം ചെയ്താൽ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പേഷ്യൻസ് ആണ് അവിടുത്തെ കസ്റ്റമേഴ്സ് അല്ലെ, കസ്റ്റമേഴ്സ് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ. അപ്പൊ അവരോട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴേക്ക് ഡയറക്ടറിയൊക്കെ അല്ലെ, വല്ലപ്പോഴും വല്ല പേഷ്യൻസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചറിഞ്ഞ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യണമെന്നൊക്കെ അദ്ദേഹം ആലോചിക്കേണ്ടത്. വീണ്ടും നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു ഫോം the policy that runs the facility and make better the patient's experience. അദ്ദേഹത്തിന്റെ ശരിക്കും ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, നല്ല ഫെസിലിറ്റി അല്ലെ, ഹോസ്പിറ്റലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രദാനം ചെയ്യുക. കാരണം നമുക്കറിയാം അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായാലാണ് ആ ഫേം, ആ ഹോസ്പിറ്റല് നന്നായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മെയിൻ ഡ്യൂട്ടി, വിച്ച് ഇസ് ദ മെയിൻ ഡ്യൂട്ടി ഈസ് എ ഫോം അഡ്മിനിസ്ട്രേറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ് ഇസ് ടു ഫോം ദ പോളിസി, നയങ്ങൾ രൂപീകരിക്കുക, ദാറ്റ് റൺസ് ദ ഫെസിലിറ്റി ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആവാനുള്ള ഘടകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിൽ ഇന്ററാക്ട് ചെയ്യണം ഇന്ന പേഴ്സണോടൊപ്പം, അതല്ലെങ്കിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റിനോട് മീറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോളൊക്കെ ചെയ്തു കൊണ്ടുപോകണം. അതുമാതിരി തന്നെ അല്ലെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോളിസി ദാറ്റ് റൺസ് ദ ഫെസിലിറ്റി ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന് നല്ല ഒരു എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള പോളിസികളെല്ലാം ഉണ്ടാക്കുക, ഫോം ചെയ്യുക, രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി. നെക്സ്റ്റ് പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ക്യാരീസ് ദ നെസസറി ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അവർക്ക് പ്രധാനമായിട്ട് നല്ല അല്ലെ കരിയർ ഉണ്ടാകും, നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രദാനം ചെയ്യണം, എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഫോമിംഗ് ദ കണ്ടിന്യൂസ് നീഡ് ഫോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഫ്രം hospital to nursing home and healthcare administration is an important job for those who are interested in improving healthcare policy. അതായത് നമുക്കറിയാം പോളിസികൾ രൂപീകരിക്കുക എന്നുള്ളതാണല്ലോ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോളിസി, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് എവിടെയും എന്താണ് ഇംപ്രൂവ്മെന്റ് അല്ലെ, ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ മെയിൻ ആയിട്ട് അവര് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഞാനിങ്ങനെ വൺ മാൻ ഷോ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ക്യാച്ച് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇനി മാത്രമേ ഇതിൽ പറയുന്ന ഓക്കെ ക്ലിയർ ആണെന്ന് പറയുന്നു.
അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം എന്താണ് ശരിക്കും മൊത്തത്തിൽ എന്താണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അദ്ദേഹത്തിന് മേൽനോട്ട ചുമതല വഹിക്കാൻ പറ്റുന്ന മേഖലകൾ എന്ന് പറയുന്നത് അനന്റിയർ ഹെൽത്ത് കെയർ സിസ്റ്റം, അതായത് മുഴുവൻ ആരോഗ്യ പ്രവർത്തന കാര്യങ്ങളെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിന് അല്ലെ ഓവറോളായിട്ട് സൂപ്പർവൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മേൽനോട്ടം വഹിക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ സ്പെസിഫിക് ഫെസിലിറ്റീസ് ഫിസിഷ്യൻ പ്രാക്ടീസസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസി, അതായത് എല്ലാ തരത്തിലും നമുക്കറിയാം ഹെൽത്ത് കെയർ എന്നുള്ള ഒരു മീനിങ്ങിൽ എടുക്കുമ്പോൾ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ റോൾ അപ്ലൈ ചെയ്യാം. അഡ്മിനിസ്ട്രേറ്ററിനുള്ള ജോലി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് ഫിസിഷ്യന്റെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസുകളിൽ അല്ലെ അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആ ഒരു വിഭാഗത്തിനെ മേൽനോട്ടം വഹിക്കാനും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ആയിരിക്കാം അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഹോം ഹെൽത്ത് ഏജൻസികൾ, ഏതെങ്കിലും പ്രത്യേക ഏജൻസികൾ ഏതെങ്കിലും വിഭാഗത്തിനെ മേൽനോട്ടം വഹിക്കാനാണെങ്കിൽ ആ ഒരു റോളായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. അതേമാതിരി തന്നെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ നമ്മുടെ ICU പോലെ അല്ലെങ്കിൽ കാഷ്വാലിറ്റി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അതിന്റെയൊക്കെ ഓവറോൾ ആയിട്ടുള്ള സൂപ്പർവൈസറി പോസ്റ്റുകൾ അല്ലെ അതിന് മേൽനോട്ടം വഹിക്കാൻ കൺട്രോൾ ചെയ്യാൻ അതിനുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കാനൊക്കെയുള്ള ഒരു ചുമതലയായിരിക്കാം ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടാവുക. Then വീണ്ടും സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി, കാർഡിയോളജി വിഭാഗത്തിന്റെ നമുക്കറിയാം ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ വിഭാഗത്തിന്റെ അല്ലെ അവിടേക്ക് പേഷ്യൻസ് എത്തുന്നത് അവിടെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു വിഭാഗത്തിന്റെ നല്ലൊരു ചികിത്സ അതിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്ടേഴ്സിന്റെ നല്ല സേവനം കാഴ്ചവെക്കാനായിരിക്കും അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് ആ ഒരു സേവനം നേടിയെടുക്കാനായിട്ടുള്ള അല്ലെ പോളിസികൾ ഞങ്ങളൊക്കെ ആയിരിക്കും രൂപീകരിക്കുക. അപ്പൊ അതിന്റെ സ്കാനിങ് കാര്യം നമുക്കറിയാം, ECG, എക്കോ ടെസ്റ്റ്, അങ്ങനെ പുതിയ പുതിയ സൗകര്യങ്ങളോട് കൂടിയ കുറെ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നയങ്ങളൊക്കെ രൂപീകരിക്കുക എന്നുള്ള പോസ്റ്റ് ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസസ്. ഇതേമാതിരി നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലെ, ആ വർക്കേഴ്സിന്റെ കാര്യങ്ങൾക്ക് ഒരു മേൽനോട്ട ചുമതല അല്ലെങ്കിൽ കൺട്രോളിങ് അവരെ ഒന്ന് നല്ല കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയങ്ങൾ രൂപീകരിക്കുക. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചുമതലകൾ നിർവഹിക്കാനുള്ള ഒരു ഡ്യൂട്ടിയും ചിലപ്പോഴേക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയിൽ പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടു എങ്ങനെയാണ് നല്ലൊരു അല്ലെ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പറ്റുക എന്നുള്ളത് കണ്ടു, മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താന്നുള്ളത് കണ്ടു, വീണ്ടും എവിടെയൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ചെറിയ ഭാഗം ഒന്നുകൂടി ഡിസ്കസ് ചെയ്തതാണ്. ഇതിങ്ങനെ ജസ്റ്റ് എന്താ പറയാ അറിയാവുന്നതായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനിവേ നിങ്ങൾ എന്താ പറയുക ക്യാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓക്കെയാണോ എന്ന് ചോദിക്കുന്നത് തന്നെ. നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. എന്താണ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്? പ്രധാനമായിട്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ തത്വ സംഹിതകൾ അല്ലെ, തത്വങ്ങളാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ വരാവുന്ന പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള തത്വം അല്ലെ. പ്രധാനമായിട്ട് നല്ല നല്ല നയങ്ങളായിരിക്കും ഇദ്ദേഹത്തിൽ കൊണ്ടുവരിക, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ നയങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് തോന്നുന്ന രീതിയിൽ കുറച്ച് നയങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അല്ലെ. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ അവിടുത്തെ ജീവനക്കാർ പാലിക്കണമെന്നില്ല, പേഷ്യൻസ് അത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നുമല്ല. അപ്പൊ എല്ലായിടത്തും ഒരേപോലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ലീഗലായിട്ടുള്ള അറിവുകളും അതേമാതിരി തന്നെ ധാർമ്മികമായ മൂല്യങ്ങളും അതേമാതിരി തന്നെ എന്താണ് മൊത്തത്തിൽ അല്ലെ എല്ലാവർക്കും ഫേവറബിൾ ആയിട്ട് പേഷ്യൻസിനും അതേമാതിരി തന്നെ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ള നയങ്ങളായിരിക്കും അദ്ദേഹം കൊണ്ടുവരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ നയങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. നമുക്കറിയാം അവിടെ മെയിൻ ആയിട്ട് നാഷണൽ ഹെൽത്ത് പോളിസിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ, ദേശീയപരമായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി ഒരിക്കലും
ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരു ഹോസ്പിറ്റലിന് സ്വന്തമായിട്ട് കുറെ നയങ്ങളൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ദേശീയ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നത്, അതായത് ആരോഗ്യപരമായിട്ടുള്ള ദേശീയ ആരോഗ്യ നയമായിരിക്കും. ഒരിക്കലും സ്വന്തമായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് തോന്നുന്ന രീതിയിലുള്ള നയങ്ങൾ ഒരു ഹോസ്പിറ്റലിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന നയങ്ങളായിരിക്കണം. പക്ഷെ അത് ദേശീയ തലത്തിലും കൂടി ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. The next, sound health administrative structure may be framed for the implementation of the health policy. അപ്പൊ നമുക്കറിയാം നല്ലൊരു സ്ട്രക്ചർ അല്ലെ, നല്ലൊരു സൗണ്ട്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ നല്ലൊരു ഭരണഘടന ഉള്ള രീതിയിൽ നമുക്കറിയാം. ഇപ്പോ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ പല മീറ്റിങ്ങുകളൊക്കെ വെച്ചിട്ട് അവരോട് മാനേജ്മെന്റിന് ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് തലത്തിലാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, അതേമാതിരി അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരും ഒപ്പം മാനേജ്മെന്റ് തലത്തിലുള്ള അവരും കൂടി ആലോചിച്ചിട്ട് നല്ല രീതിയിൽ ദേശീയ തലമായിട്ട് എല്ലാ ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലായിരിക്കണം ഈ നയങ്ങൾ രൂപീകരിക്കാനായിട്ട്. ഒരിക്കലും പെട്ടെന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവിന് തോന്നുന്ന രീതിയിലൊന്നും നയങ്ങൾ രൂപീകരിക്കാൻ പാടില്ല. അത് നല്ലൊരു ഭരണ നിർവഹണത്തിന്റെ രീതിയോട് കൂടിയിട്ട് ആ ചട്ടത്തോട് കൂടിയിട്ട് തന്നെയാണ് ഫ്രെയിം ചെയ്യേണ്ടത്, രൂപീകരിക്കേണ്ടത്. Sound health administrative structure may be framed for the implementation of the health policy. The next എന്താണ് പറയുന്നത്? There should be integration of a preventive and curative service at all administrative levels. നമുക്കറിയാം ഇത്തരം നയങ്ങളൊക്കെ ശരിക്കും രൂപീകരിക്കുന്നത് എന്തിനാണ്? ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഒരു സർവീസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൂടി ഒന്ന് ഇത് ചെയ്യിപ്പിക്കട്ടെ, ഇൻവോൾവ് ചെയ്യിപ്പിക്കട്ടെ. എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്? ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് അവിടെ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം? ബെറ്റർ ട്രീറ്റ്മെന്റ്. യെസ്, ബെറ്റർ ട്രീറ്റ്മെന്റ്. പേഷ്യന്റിന് കെയർ ചെയ്യണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന ഒരു നല്ല ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ കൊണ്ടുവരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നയങ്ങളെല്ലാം ഇന്റഗ്രേഷൻ ആണ്. എന്താണ് പറഞ്ഞ സമഗ്രഹിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു രോഗത്തിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള നമുക്കറിയാം വരാതിരിക്കാനുള്ള മാർഗങ്ങളും അതല്ലെങ്കിൽ രോഗശമനങ്ങളും അതോടുകൂടിയ സർവീസുകളോട് കൂടിയ നയങ്ങളായിരിക്കണം കൊണ്ടുവരേണ്ടത്. അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റല് അതിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അല്ലെ. അപ്പൊ ആ പ്രവർത്തനത്തില് പ്രധാനമായിട്ടും രോഗശമനം ഉണ്ടായിരിക്കണം, രോഗം വരാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള അഡ്വാൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ അതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ നയരൂപീകരണത്തില് ഇത്തരത്തിലുള്ള മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇച്ചിരി കൂടി പ്രിവെന്റീവ് ആയിട്ടുള്ള നമുക്കറിയാം ഇപ്പൊ കോവിഡ് വന്നു. അപ്പൊ ആ ടൈമില് ഇത്രയും ഗ്യാപ്പ് ഒരു പേഷ്യൻസും മറ്റൊരു പേഷ്യന്റും തമ്മിലുള്ള ഇത്രയും ഗ്യാപ്പുകളൊക്കെ ഇവര് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവര് എന്താണ് പോളിസി ഇറക്കിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെന്റീവ് അല്ലെ, രോഗം തടയാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന ഭാഗമായിട്ടുള്ള രീതിയിലാണ് അല്ലെ. രോഗം വരാതിരിക്കാൻ, മറ്റുള്ളവർക്ക് രോഗം പിടിപെടാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സർവീസാണ് അല്ലെ, ഒരു സേവനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നയങ്ങൾ ഇദ്ദേഹത്തിന് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് കൊണ്ടുവരാം. പ്രധാനമായിട്ടും പേഷ്യന്റിന് സർവീസ് ആണ് കൊടുക്കേണ്ടത്. ആ സർവീസില് രോഗത്തിനെ സംബന്ധിച്ച് രോഗത്തിന്റെ ശമനത്തിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാത്രം എന്താണ് എന്തെങ്കിലും പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യാനുള്ള നയങ്ങളൊക്കെ നയങ്ങളൊക്കെ രൂപീകരിക്കും. നെക്സ്റ്റ് എന്താണ്? There should be centralized directions and decentralized actions. അപ്പൊ നമ്മൾ കണ്ടു ഈ നിയമങ്ങളും നയങ്ങളൊക്കെ രൂപീകരിച്ചാൽ മാത്രം മതിയോ? നിയമങ്ങളും നയങ്ങളൊക്കെ രൂപീകരിച്ചാൽ മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, നടപ്പാക്കണം അല്ലെ. നടപ്പാക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണയായിട്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മേൽത്തട്ടിലാണ്. നടപ്പാക്കണം, എന്ത് ചെയ്യാം? കറക്റ്റ് ആണ്. അപ്പൊ നടപ്പാക്കണമെങ്കിൽ എന്താണ്? സാധാരണയായിട്ട് മേൽത്തട്ടിലാണ്, സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആണ് കൊടുക്കുന്നത്. മേൽത്തട്ടിലാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. നടപ്പാക്കുന്നത് എങ്ങനെയാണ്? ഡിസെൻട്രലൈസ്ഡ് ആക്ഷൻസ് എന്ന് വെച്ചാൽ താഴെത്തട്ടിലുള്ള ഡോക്ടേഴ്സ്, നഴ്സുമാര്, അങ്ങനെയുള്ള സ്റ്റാഫുകൾ അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ, മറ്റ് വ്യക്തികൾ, അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. There should be centralized തീരുമാനങ്ങളൊക്കെ എല്ലാവരും
കൂടിയാണ് ആ ആക്ഷൻ എന്ന് നടപ്പാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ there should be centralized direction and decentralized actions. രൂപീകരിക്കുന്നത് സെൻട്രൽ ആയെങ്കിലും നടപ്പാക്കുന്നത് എല്ലാവരും കൂടി നടപ്പാക്കണം. നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ഒരു കൂട്ടർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ. ആ നയങ്ങൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നയങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അത് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്, പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാംസ് ഷുഡ് ബി based on a priority and must meet the health requirements of people. അതായത് നമുക്കറിയാം എപ്പോഴും നയങ്ങൾ രൂപീകരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. എപ്പോഴും നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അതിൽ മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജനങ്ങളുടെ അല്ലെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ് മോസ്റ്റ് പ്രയോറിറ്റി പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്ലാനുകളെല്ലാം ഒരു പ്ലാൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പ്രാഥമികമായിട്ടുള്ള അറിവ് കൊടുക്കുന്നതിന് പകരം ഏറ്റവും വലിയ അറിവുകൾ പ്രദാനം ചെയ്യും. പ്രാഥമിക ആവശ്യങ്ങൾ കഴിയണമല്ലോ. സാധാരണയായിട്ട് നമുക്കറിയാം ഷുഗറും പ്രഷറും ഇതൊന്നും ചെക്ക് ചെയ്യാതെ ഓടിപ്പോയി വലിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതത്ര സ്വീകാര്യമാകണമെന്നില്ല. നമുക്കറിയാം ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലകളിലാണെങ്കിൽ ഓക്കെ, അവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് സാധിക്കും. അതേസമയം റൂറൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പ്രോഗ്രാമുകളൊക്കെ ആയിരിക്കും. അവർക്ക് ഒരു അവബോധം ഉളവാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമുക്കറിയാം ടൗണുകളിലൊക്കെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ ചില കാര്യങ്ങളായിരിക്കും പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ വേണ്ടി വരുന്നത്. അതേസമയം റൂറൽ അല്ലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുത്തിട്ട് അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരാം. അതാണ് പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാംസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ പ്രയോറിറ്റി ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാനായിട്ട് വരും. നെക്സ്റ്റ് എന്താണ്, ബേസിക് ഹെൽത്ത് സർവീസസ് അവൈലബിൾ, accessible and acceptable to the people. നമ്മളിങ്ങനെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമാകണം അല്ലെ. ഒരു തട്ടിലുള്ള ജനങ്ങൾക്ക് മാത്രം ഉള്ള രീതിയിലുള്ള പ്രോഗ്രാമുകൾ ആയിരിക്കരുത് സെറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും സ്വീകാര്യം അല്ലെ, എല്ലാ തലത്തിലുള്ള എല്ലാവർക്കും അവിടെ വന്ന് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് അത് പങ്കാളിയാവാനായിട്ടൊക്കെ ഉള്ള രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാം ചിലപ്പോഴൊക്കെ നമുക്കറിയാം അല്ലെ, ഐയുമായി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചില പ്ലേസുകളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, എല്ലാവരെയും പരിഗണിക്കണം. ഒരു കൂട്ടർക്ക് മാത്രം ഒരു സമുദായത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഇതൊന്നും ആവരുത്. പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്താണ്, ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ and by providing opportunities for participation of people in the health programs. മിക്കവാറും ചില ജനങ്ങൾക്ക് അല്ലെ, താഴെ തട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ ആണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കണമെന്നില്ല. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ മനസ്സിലായി കാണും അല്ലെ, എന്താണ് ഒരു ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് തന്നെ ചിലർക്ക് എന്താണ് ഏത് ഡോക്ടറിനെയാണ് കാണേണ്ടത് അത് കൃത്യമായിട്ട് അറിയണമെന്നില്ല അല്ലെ. ന്യൂറോളജിനെ കാണണോ, നെഫ്രോളജിനെ കാണണോ, പൾമനോളജിസ്റ്റിനെ കാണണോ, അങ്ങനെയുള്ള ഒരു അവയർനെസ് ചിലപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് കിട്ടിയെന്ന് വരും. അപ്പൊ ഒരു നല്ല അവബോധം നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലെ, കിഡ്നിയുമായി ബന്ധപ്പെട്ട നെഫ്രോളജിനെ കാണണം, അല്ലെങ്കിൽ ന്യൂറോളജിനെ കാണണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർഡിയോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ ഒരു ചെറിയ അവബോധം അതൊക്കെ മറ്റുള്ളവർക്ക് ആ ഒരു അവബോധം കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് എ ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. നമുക്കറിയാം ഡോക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടി അല്ലെ, അവർക്ക് അവരുടെ വ്യക്തികളെ പരിശോധിക്കുക, ട്രീറ്റ്മെന്റ് നടപ്പാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർക്കെല്ലാം ഒരു നല്ല മറ്റുള്ളവരെ ആയിട്ടുള്ള ഒരു നല്ല അവബോധം, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആയിട്ട് നല്ല ഇടപഴകി അവരോട് അല്ലെ, ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാണ് ചിലപ്പോ അവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ മാത്രമേ അവയർനെസ് ഉണ്ടാവണമെന്നുള്ളൂ അല്ലെ. മറ്റുള്ള സമൂഹത്തിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ്, സമൂഹത്തിന് എന്താണ് ആവശ്യം എന്നുള്ള സാമൂഹ്യ പ്രവർത്തകരെ കുറിച്ചിട്ടുള്ള അവബോധം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു
ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി തീർക്കാനായിട്ട് അവരായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻസ്, അല്ലെ, സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം? ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ശ്രമിക്കണമെന്ന് പ്രൊമോട്ട് ഹെൽത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ജനങ്ങൾക്ക് കൂടുതൽ, അല്ലെ, ജനങ്ങൾക്ക് കൂടുതൽ സേവനം കാഴ്ചവെക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരുപക്ഷെ ക്വാളിഫൈ, നമുക്കറിയാം MBBS ഒക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് പഠിക്കണം, അല്ലെ, അവര് ശരിക്കും ആക്ച്വലി പഠിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ നേടിയിട്ടായിരിക്കും. പക്ഷെ ഒരുപക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരിക. അപ്പൊ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അവർ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതാണ്. അപ്പൊ സാമൂഹ്യ പ്രവർത്തകരോട് ഇടപഴകിയിട്ടുള്ള കാര്യങ്ങൾ, അവയർനെസ് കിട്ടാനായിട്ടുള്ള ചാൻസുകൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. അവർക്കും, അല്ലെ, നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്കും നമുക്കറിയാം, നമ്മള് വളരെ, അല്ലെ, പേഷ്യൻസ് ഒക്കെ ആശയം വരും, ഭയങ്കര വേദനാജനകമായ രീതിയിലൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷനൊക്കെ വരിക. അപ്പൊ അവരെ ഒന്ന് സമാധാനിപ്പിച്ച് അവരോടൊപ്പം തന്നെ നിന്ന്, അല്ലെ, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് സ്വീകാര്യമാക്കുക. അപ്പൊ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും അവർക്കും അല്ലെ, അവർക്കും അനുവദിച്ചു കൊടുക്കണമെന്നുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇവർക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആർക്ക്, നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക്. എന്താണ്, ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. അതേമാതിരി തന്നെ പുതിയ, അല്ലെ, ഏതൊരു സ്ഥാപനമാകുമ്പോ, ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ എല്ലാവരും പഠിച്ചിറങ്ങിയിട്ട് ഫ്രഷേഴ്സും വരും, അല്ലെ. അപ്പൊ ഫ്രഷേഴ്സ് വരുമ്പോൾ, പഠിച്ചിറങ്ങിയവര് വരുമ്പോഴും അവർക്കും അതിൻ്റെതായ ഒരു ട്രെയിനിങ് കൊടുക്കണം, അല്ലെ. ജനങ്ങളോട് ഇടപെടൽ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് എല്ലാവരും തന്നെ സർവീസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത്. അപ്പൊ ആ സർവീസ്, ആ ഒരു സേവനം എന്നുള്ളത് ഏത് രീതിയിലാണ് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ഇതുകൾ ഉണ്ടായിരുന്നു, അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് പുതിയ പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ് അവസരങ്ങളൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഹ്യൂമൻ റിസോഴ്സ് മാനേജറുമായിട്ട് കൺസൾട്ട് ചെയ്തൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഓൾ ദ സിസ്റ്റം ഓഫ് മെഡിസിൻ should be promoted to provide a decent health care to people. എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെ, മെഡിസിൻസ് ഒക്കെ എല്ലാം തന്നെ എന്താണ്, അവരുടെ ആരോഗ്യത്തിന്, നമുക്കറിയാം ചില മെഡിസിൻസ് ഒക്കെ എന്താണ് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും കഴിക്കാനായിട്ട് ജനങ്ങളെ ആഹ്വാനം ചെയ്യരുത്. പിന്നെ ഇത്ര ഡോസ് അനുസരിച്ചിട്ട്, നമുക്കറിയാം ഭയങ്കര ഡോസ് കൂടിയ മെഡിസിൻസ് ഒന്നും കൊടുത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജനങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ നല്ല രീതിയിലുള്ള ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന നയങ്ങളായിരിക്കണം. Then utilize the community resources and promote the local participation in health programs at the village level. നമുക്കറിയാം ഇത് ഏതൊക്കെ ലെവലിലാണ് നമുക്ക് സാധാരണ രീതിയിൽ എല്ലാ തരത്തിലും, അല്ലെ, എല്ലാ പ്രൈമറി, സെക്കൻഡറി, ശരി, അല്ലെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലുള്ള എല്ലാവർക്കും കൂടി അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള അവർക്ക് എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേഷൻ, അല്ലെ, അവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടായിട്ടുള്ള തരത്തിലുള്ള ആ ഒരു വിഭവശേഷി, ഹോസ്പിറ്റലിന്റെ വിഭവശേഷി എന്നുള്ളത് എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന സാധ്യമാക്കുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കണം എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരിൽ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത്. നമുക്കറിയാം ചില പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ ചിലരെയൊന്നും അവോയ്ഡ് ചെയ്യരുത്. അത് പ്രാഥമിക തലം മുതൽ നമ്മൾ എന്താണ് ദ്വിതീയ തലങ്ങളിലെല്ലാം തന്നെ ഉൾപ്പെടുന്ന പേഴ്സൺസിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്താണ് പറയുന്നത്, ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, അല്ലെ, ഓരോ തൊഴിലാളികൾക്കും അവിടെയുള്ള ജീവനക്കാരുടെ അല്ലെ, അവര് ആ ഒരു പഠിച്ച ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ ഒന്നും കൂടി, അല്ലെ, അവരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ്. നമുക്കറിയാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനും കൂടി ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം, അല്ലെ, സർവീസ് പ്രദാനം ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴെന്താണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഒപ്പം തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ, അല്ലെ, ആ വർക്കേഴ്സിന്റെ ആ ഒരു സേവന മേഖല
ഇത്രയും കൂടിയും ഇമ്പ്രൂവ് ആകും. അവർക്ക് കുറച്ചുകൂടി നോളജും സ്കില്ലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അത്തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, പ്രിൻസിപ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒബ്ജക്റ്റീവ്സും അതിന്റെ എന്താ പറയുക, അതിന്റെ തന്നെ ഇതാണ്. എനിക്ക് ജസ്റ്റ് വായിച്ചാൽ കണ്ടിന്യൂ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പ്രിൻസിപ്പിൾസ് ഒന്ന് ജസ്റ്റ് വായിട്ടത് നോക്കാം. Okay, sound health administrative structure may be framed for the implementation of the health policy. Okay, the second point ആണ് ഞാൻ പറയുന്നത്. Sound health administrative structure may be framed for the implementation of the health policy. അതായത് നമ്മൾ ഒരു പോളിസി രൂപീകരിക്കണമെന്ന് പറയാം അല്ലെ, നയങ്ങളൊക്കെ രൂപീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ പോളിസികൾ രൂപീകരിക്കുമ്പോൾ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നടപ്പാക്കുമ്പോഴൊക്കെ അവരെന്താണ്, ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിലായിരിക്കണം രൂപീകരിക്കുന്നത്, നടപ്പാക്കുന്നത്. അതെങ്ങനെ നല്ലൊരു സ്ട്രക്ചറിലാണ് ഈ നയങ്ങളൊക്കെ രൂപീകരിക്കണം എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ഒരു നയങ്ങൾ നമ്മൾ രൂപീകരിക്കാനൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെ, അവരുടെ ഏറ്റവും തരത്തിലുള്ള, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അത് എന്തെങ്കിലും സ്റ്റാഫിങ്ങും കാര്യങ്ങൾക്കാണ് പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ, സമയക്രമത്തിലാണ് മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു നയവും രൂപീകരിക്കണമെങ്കിലൊക്കെ അവരുമായിട്ടൊന്ന് ആലോചിക്കുക അല്ലെ. അപ്പൊ അവരിൽ നിന്ന് ആദ്യമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയ്ക്കൊക്കെ പോയി, നമ്മൾ നേരത്തെ പറഞ്ഞു, വർക്കേഴ്സിന്റെ ഇടയിൽ പോയിട്ട് അവരുടെ എന്താണ് പ്രോബ്ലംസ് എന്നൊക്കെ ആരാഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് അപ്പൊ പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ അല്ലെ അവർ കളക്ട് ചെയ്യുക. അതിനുശേഷം ഒരു മീറ്റിംഗ് ഒക്കെ കൂടി മാനേജ്മെന്റ് തലത്തിലൊക്കെ കൂടിയിട്ടായിരിക്കണം പുതിയ ഇംപ്ലിമെന്റേഷൻ പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് പറയുന്നത് സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു ഘടന ഉണ്ടായിരിക്കണം. നല്ലൊരു ഘടനയോട് കൂടിയിട്ട് ഇതേമാതിരി തന്നെ ഈ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് നിയമങ്ങളൊക്കെ അല്ലെ, എന്തെങ്കിലും നിയമങ്ങളും നടപടിക്രമങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് ഇതിനു കൂടി ഫേവറബിൾ ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ. എന്താണ്, ഇത്തരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കുമ്പോൾ നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആയോ? എന്തെങ്കിലും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാണല്ലോ. Who should be centralized directions and decentralized actions? Who should be അല്ലേ നമ്മൾ രൂപീകരിക്കുക. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. There should be centralized directions and decentralized actions. അതായത് നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഈ പോളിസികളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ. നമ്മൾ മേൽത്തട്ടിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മീറ്റിംഗ് ഒക്കെ കൂടി തീരുമാനിക്കുന്നത്. ഇനി അത് നടപ്പാക്കുന്നത് ആരാണ്? അവിടെയുള്ള ജീവനക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണോ ഈ നയം രൂപീകരിച്ചത്? അവര് തീർച്ചയായിട്ടും ആ ഒരു ആക്ഷൻ, ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. അപ്പൊ ആക്ഷൻ എപ്പോഴും എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണോ രൂപീകരിച്ചത് എല്ലാവരും ഇപ്പം അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു പഞ്ചിങ് മെഷീൻ കൊണ്ടുവരികയാണ്. അപ്പൊ എന്താണ്, ആ മെഷീൻ കൊണ്ടുവരുന്നത് കൃത്യസമയത്ത് എല്ലാവരും കയറാനായിട്ടും. അപ്പൊ ആ സർവീസിൽ ഒരു ആർക്കും ചിലർ നേരത്തെ വരുന്നു, ചിലർ വൈകി പോകുന്നു, ചിലര് സാലറികൾക്കൊന്നും വേരിയേഷൻ ഇല്ലാതൊക്കെ വരുമ്പോൾ എന്താണ്, പരസ്പരം സഹപ്രവർത്തകർ തമ്മിൽ പരസ്പരം പ്രോബ്ലംസ് വരാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചിങ് മെഷീൻ കൊണ്ടുവരുന്നത്. അപ്പൊ പഞ്ചിങ് മെഷീൻ കൊണ്ടുവരുമ്പോൾ എന്താണ്, എല്ലാവരും അത് അപ്ലൈ ചെയ്യണം അല്ലെ, അത് പാലിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാൻ എടുക്കുന്നത് എന്താണ്, സെൻട്രലിയാണ് അല്ലെ, മേൽത്തട്ടിലാണ് പ്ലാനുകളൊക്കെ കൊണ്ടുവരുന്നത്.
നടപ്പാക്കുന്നത് എന്താണ്? അവിടെയുള്ള വർക്കേഴ്സ് ആണ്. അത് ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. മറ്റേത് കാര്യമാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സെൻട്രലി ആണെങ്കിലും നടപ്പാക്കേണ്ടത് അത് ഏത് ഭാഗത്താണോ അവര് ആണ് നടപ്പാക്കിക്കൊണ്ടത്. ഞാൻ 6th പോയിന്റ് ചോദിച്ചു തോന്നുന്നു. Basic health service available, accessible and acceptable to the people. അല്ലെ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആരോഗ്യ സംബന്ധമായിട്ട് അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുത്തിട്ട് ശരിയല്ലേ? ഓക്കെ. ബേസിക് ഹെൽത്ത് സർവീസ് അവൈലബിൾ, അവർക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിളിന് അല്ലെ ജനങ്ങൾക്ക് ഉള്ള സേവനമാണ് ഓരോ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള സർവീസ് ആയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളായിരിക്കും, അതുമായി ബന്ധപ്പെട്ട നയങ്ങളായിരിക്കണം രൂപീകരിക്കുക അല്ലെ. അവിടെ ഞാൻ പറഞ്ഞു കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത് പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചില റൂറൽ ഏരിയയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക വലിയ വലിയ മെഷീൻസ് കൊണ്ടുവന്ന് ഒരുപാട് ക്യാഷ് അല്ലെ കുറച്ച് കൂടുതൽ പണം പിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വലിയ മെഷീൻ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതുകൊണ്ട് വലിയ യൂസേജ് വരില്ല. കാരണം വലിയൊരു പൈസ മുടക്കിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൈകാര്യം കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരും. അപ്പൊ അവർക്ക് അനുയോജ്യമായിട്ട് ഏത് പ്ലേസിലാണോ, ചിലർക്ക് നമുക്കറിയാം ടൗൺ ഏരിയകളിൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ് ലോഞ്ച് ചെയ്യുന്നത്, അവർ കൂടുതൽ വലിയ വലിയ അഡ്വാൻസ്ഡ് മെഷീൻസ് ഒക്കെ ആയിരിക്കും കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചാൻസ് ഉണ്ട് അല്ലെ, അത് അവർ കൊണ്ടുവന്നാലും പേയ്മെന്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം റൂറൽ ഏരിയയിലൊക്കെ അത് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ കൊണ്ടുവരുന്ന സേവനങ്ങൾ എല്ലാവർക്കും പീപ്പിളിന് ആക്സെപ്റ്റബിൾ ആയിരിക്കും, അത് സ്വീകാര്യമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അത് അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ. എത്രയും ബേസിക് ഹെൽത്ത് സർവീസ് അവർക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് അവർക്ക് പ്രദാനം ചെയ്യണം. അത് സ്വീകാര്യമായിട്ടുള്ളവർക്ക് മാത്രമേ അത്തരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. എവിടെയാണോ നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വഹിക്കുന്നത്, ഒരു വലിയ ടൗണിലെ വലിയ സിറ്റിയിലാണോ ഒരു റൂറൽ ഏരിയയിലാണോ അതിനനുസരിച്ചിട്ട് അവരുടെ ഡ്യൂട്ടികളിലെ മാറ്റം ഉണ്ടാവും അല്ലെ, നയങ്ങൾ രൂപീകരിക്കുന്നതിന് മാറ്റം ഉണ്ടാവും. അത് ഓരോന്നിനും പറ്റുന്ന തരത്തിലായിരിക്കണം എന്നുള്ളത് ശ്രദ്ധാപൂർവ്വം അത് പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏത് ഏരിയയിലാണോ ആ ഏരിയയിലെ പേഷ്യൻസ് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും അവർക്ക് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നത്, ഡോക്ടേഴ്സിനാണെങ്കിലും ട്രെയിനിങ്, സോഷ്യൽ ഫിസിഷ്യനായിട്ടുള്ള ട്രെയിനിങ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് there should be provision for staff development programs. അതായത് നമ്മള് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ അവിടെയുള്ള വർക്കേഴ്സിന്റെ നോളജും സ്കില്ലും എന്താ പറയാ ഇത്തിരി കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യും. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഇത്തിരി കൂടി സേവനങ്ങൾ നല്ലത് അല്ലെ നല്ല ഒരു മിഷനറി സ്ഥാപിക്കണമെന്ന് തോന്നുകയാണ്. അപ്പൊ ആ മിഷനറി കൊണ്ടുവന്ന് സ്ഥാപിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ കേസ് നമുക്കറിയാം ഇപ്പൊ ഡിജിറ്റലൈസേഷന്റെ കാലഘട്ടമാണ് അല്ലെ. അപ്പൊ അവിടെ ഓഫീസ് വർക്കുകളിൽ തന്നെ കുറച്ച് ഡിജിറ്റലൈസേഷൻ ഒക്കെ നടത്തുക എന്നുള്ള കാര്യമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഡിജിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അവിടുത്തെ സ്റ്റാഫുകൾക്കും കൊടുക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് ആ സ്റ്റാഫുകൾക്ക് ആ ഡിജിറ്റലൈസേഷന് അത് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ 1-2 ദിവസമൊക്കെ ആ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങും കൊടുക്കും. അതെന്തിനാ ആ ഒരു പുതിയ കാര്യങ്ങളോട് അവർക്ക് അറ്റാച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അവർക്ക് എന്തൊക്കെ നടക്കും, അവരുടെ സ്കില്ല് അല്ലെ, അവരുടെ കഴിവും വർദ്ധിക്കും, അവരുടെ നോളജ് അല്ലെ അറിവും വർദ്ധിക്കുകയാണ് ചെയ്യും. അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യണം. പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം സർവീസ് മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് അല്ലെ.
കാര്യങ്ങൾ രൂപീകരിക്കുമ്പോൾ പുതിയ പുതിയ സേവനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പൊ പുതിയ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഏത് വർക്കേഴ്സിനാണ് കൊടുക്കേണ്ടത് ആ വർക്കേഴ്സിന് കൊടുക്കണമെന്നുള്ളത്. അതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. സ്റ്റാഫുകളുടെ അവിടെയുള്ള ഓരോ വർക്കേഴ്സിന്റെയും നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാൻ തരത്തിലുള്ള പ്രോഗ്രാമുകളും ഞാൻ നേരത്തെ പറഞ്ഞ 2 ദിവസം ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് പരിപാടികളൊക്കെ അവർക്ക് കൊടുക്കണമെന്നുള്ളത്. ഏത് ഭാഗത്തെ പേഴ്സൺസിനാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് അവർക്ക് മാത്രമായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവരുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നിർത്താൻ സാധിക്കില്ല, കാരണം ഇതൊരു വലിയ ചാപ്റ്ററാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, കുറച്ചിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇനിയുള്ള ഭാഗം, അതായത് ഇൻഡിക്കേറ്റേഴ്സ്, മെഷറിങ്, ഇമ്പാക്റ്റുകളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി സുഖമുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കി എടുക്കാനും. ഇതും എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കേട്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, മറ്റേത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഇത്തരത്തിലുള്ള ഈ പോളിസികൾ രൂപീകരിക്കുമ്പോൾ അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പോളിസികളൊക്കെ രൂപീകരിക്കുക, നല്ല നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുക, ഹോസ്പിറ്റലിന്റെ ഇച്ചിരിയും കൂടി നല്ല ഒരു പേര് കേട്ട ഹോസ്പിറ്റലാക്കി മാറ്റിയെടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്ററിനൊക്കെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്ത് കുറെ നയങ്ങളൊക്കെ രൂപീകരിച്ചു കൊണ്ടുവരുന്നത്. ആ നയങ്ങൾ കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് കുറെ പേർക്ക് പ്രോഗ്രാംസുകളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. പബ്ലിക്കിന് ചില ഇതിലൂടെ കൂടി സർവീസ് നല്ല ഹോസ്പിറ്റലിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഡോക്ടേഴ്സിന്, സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിൽ അവർക്കുമായിട്ടുള്ള ഒരു സംവാദത്തിലൊക്കെ ഏർപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ, മീറ്റിങ്ങുകൾ, സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും പാക്കേജുകളെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവര് ചെയ്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നയങ്ങൾ, അതിനൊക്കെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് അല്ലെ? എന്ത് ലക്ഷ്യമായിരിക്കും? എന്തായാലും ആ ഒരു ഹോസ്പിറ്റല് ഡൗൺ ആയി പോകണമെന്നായിരിക്കും മെയിൻ ലക്ഷ്യം. ആ ഒരു ബിസിനസ് സ്ഥാപനം ഡൗൺ ആയി പോകണമെന്നാണോ? അല്ല, ആ ഹോസ്പിറ്റൽ ഇച്ചിരി കൂടിയും ഇംപ്രൂവ് ആണ് അല്ലെ? എല്ലാവർക്കും പേര് കേട്ട ഒരു ഹോസ്പിറ്റലായിട്ട് മാറണം, നല്ല സർവീസ് പ്രദാനം ചെയ്യുന്ന ഹോസ്പിറ്റലായിട്ട് മാറണം. അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് പ്രധാനമായിട്ട്. പ്രോഫിറ്റബിൾ ആക്കണം. ഓക്കെ, മറ്റൊരു തരത്തിൽ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് അല്ലെ, അവരുടെ ലാഭം വർദ്ധിപ്പിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്ററിനൊക്കെ അവരുടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ലക്ഷ്യം എന്താന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി അല്ലെ? എല്ലായിടത്തും എന്താണ് ഇടയ്ക്കിടയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു സേവനം കാഴ്ചവെച്ച് നല്ലൊരു പേര് നിലനിർത്തുക, നല്ല അതേമാതിരി ചെറിയ രീതിയിലൊരു പ്രോഫിറ്റബിൾ ആക്കുക, അവിടെയുള്ള വർക്കേഴ്സിനും എന്താണ് ഇച്ചിരി കൂടി നല്ല സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ചെടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. അപ്പൊ എല്ലാവർക്കും നമുക്കറിയാം, പ്രൈമറി തുടങ്ങി സെക്കൻഡറി, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നല്ല ഒരു എല്ലാവർക്കും ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നല്ല അവയർനെസ് അല്ലെ, ഹോസ്പിറ്റലിന്റെയും അവരുടെ സേവനങ്ങളെ കുറിച്ച് നല്ല അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഫസ്റ്റ് ലക്ഷ്യം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതായത് അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട് അല്ലെ, ആ ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് അറിയാലേ, മറ്റേ സർവീസ് ഓഫീസിൽ കസ്റ്റമറി സർവീസ് ഒക്കെ പഠിച്ചു അല്ലെ? എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിന് കുറച്ചും കൂടി സേവനങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇപ്പൊ ചില മെഷീൻസുകളുണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല ലബോറട്ടറി അല്ലെങ്കിൽ സ്കാനിങ് സെന്ററുകളൊക്കെ, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് ചില ഡോക്ടേഴ്സിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ENT വിഭാഗത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ട്, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താണോ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്ത് ഫംഗ്ഷനാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത് വളർത്തിക്കൊണ്ടുവരാനാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ.
അത് ഒരു ലക്ഷ്യം തന്നെയാണ് അല്ലെ. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. Then to encourage research in the field of health and hospital management to make better the efficiency of a healthcare delivery system. അതായത് നമുക്കറിയാം നല്ലൊരു സേവനം അല്ലെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ടുള്ള സേവനം ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള റിസർച്ച് ഗവേഷണ കാര്യങ്ങളെല്ലാം അത് എവിടെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് എവിടെയാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതാണ് മറ്റൊരു ലക്ഷ്യം. ഏതൊക്കെ മേഖലകളിലാണ് ഇച്ചിരി കൂടി എഫക്റ്റീവ് ആയിട്ട് ഇച്ചിരി കൂടി കാര്യക്ഷമമായിട്ട് സേവനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക. നഴ്സിംഗ് ഫീൽഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറി കൊണ്ട് സ്ഥാപിച്ചാൽ നല്ലൊരു സേവനം കാഴ്ചവെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഇന്നൊരു ഡോക്ടറുടെ സേവനം അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അല്ലെ ഇച്ചിരി കൂടി വർദ്ധിക്കുമോ, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മറ്റൊരു ലക്ഷ്യത്തിൽ പറയുന്നത്. Then next എന്താണ്, to encourage the development of a high quality hospital service and community health care. അതായത് നല്ല ഒരു ക്വാളിറ്റി നമ്മള് സേവനം കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ, നല്ലൊരു സർവീസ് കാഴ്ചവെക്കണം എന്ന് പറഞ്ഞു. അത് ഏറ്റവും ഗുണനിലവാരമായിട്ടുള്ള ഒരു സർവീസ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ഇംപ്ലിമെന്റേഷൻ അല്ലെ, പുതിയ പുതിയ സേവനങ്ങൾ അത് കൂടുതൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് ആക്കാനായിട്ട് പറ്റുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അത് കൊണ്ടുവരാനായിട്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിനെ കുറിച്ച് വേണ്ടിയിട്ടൊക്കെ അതൊരു മറ്റൊരു ലക്ഷ്യം തന്നെയാണ്. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. അപ്പൊ പൊതുജനങ്ങളുടെ അല്ലെ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഹെൽത്ത് കെയർ, നല്ലൊരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടിയിട്ട് എന്താണ് പുതിയ പുതിയ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. Then എന്താണ് നെക്സ്റ്റ്, ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ among the health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of health and healthcare delivery system. അപ്പൊ നമുക്ക് അറിയാം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ഇതില് കുറച്ച് നോക്കാം, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും പബ്ലിക് സെക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അവരൊക്കെ സാധാരണയായിട്ട് എന്താണ് ഇവരുടെ ഇടയിൽ ചിലപ്പോഴൊക്കെ നമുക്കറിയാം എന്താണ് ഗവൺമെന്റ് തന്നെ ഇപ്പൊ ഇന്ന ഹോസ്പിറ്റലിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അവരുടെ ആ ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്നൊക്കെ പറഞ്ഞ കുറെ റിപ്പോർട്ടുകളൊക്കെ വരും. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ലൊരു റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, നല്ല രീതിയിലാണ് കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്നതെങ്കിൽ മാത്രമാണ് അവര് ആ ഹോസ്പിറ്റലിനെ അങ്ങോട്ട് അല്ലെ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തെരഞ്ഞെടുക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവരുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ട് ടു എൻകറേജ് എ മീറ്റിംഗ് ടു കോ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, academicians, administrators, different statutory bodies and the public for the improvement of hospital and healthcare delivery system. അപ്പൊ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഇവരുടെ ഇത് അല്ലെ ഇത് ഈ ഒരു രീതി അവലംബിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇതിന്റെ അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ നടത്തിപ്പ് മതിയായ രീതിയിലാവുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു നല്ലൊരു റേഞ്ചിലേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ അവിടെയുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ നല്ലൊരു പേര് കേട്ട ഹോസ്പിറ്റൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നയങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് വരും. അപ്പൊ അതൊരു മറ്റൊരു ലക്ഷ്യമാണ്. മറ്റുള്ളവരുടെ അല്ലെ മറ്റു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിലെ കണ്ടിന്യൂയാവുക അല്ലെങ്കിൽ എന്താ പറയുക അക്കാദമിക്സിന്റെ മറ്റു തലങ്ങളിലേക്കൊക്കെ പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ ആക്കി എടുക്കാറുണ്ട്. എന്താണ് ഇൻവോൾവ് നോംസ് ആൻഡ് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ് വരുമ്പോൾ പബ്ലിക്കിന്റെ ഇടയിലും ഒരു ഇത് വരെയാണ് അല്ലെ നല്ല പേര് കേട്ട ഹോസ്പിറ്റലാണ് അല്ലെ, അവരാണ് അതിന്റെ ബേസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ പേര് കേട്ട ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പബ്ലിക്കിനും താല്പര്യം. നെക്സ്റ്റ് എന്താണ് to involve norms and standards for accreditation of a health care organization and adopt means of evaluation of such institution to increase the quality of health care in the community.
അതായത് നമുക്ക് കുറെ സ്റ്റാൻഡേർഡുകളൊക്കെ സ്വിച്ച് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അല്ലേ നമ്മള് ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പഠിച്ചപ്പോഴ് അല്ലെങ്കിൽ ഓഡിറ്റ് പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സ്റ്റാൻഡേർഡ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് കറന്റ് ആയിട്ടുള്ള പ്രവർത്തനം അല്ലെ കറന്റ് ആക്ഷനും കൂടി കമ്പയർ ചെയ്തിട്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം, ഇച്ചിരിയും കൂടി പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു ചട്ടക്കൂടിലുള്ള വ്യക്തികൾക്ക് അല്ലെ നല്ലൊരു സ്ഥാപനത്തിന് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിയേഷൻ. അക്രഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അംഗീകാരം അല്ലെ, അംഗീകാരം കിട്ടാൻ നല്ലൊരു മാനദണ്ഡങ്ങൾ എന്നുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ, ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നല്ല അംഗീകാരം കിട്ടാനായിട്ട് സ്റ്റാൻഡേർഡുകളെല്ലാം നല്ലതാണെന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് such institution to increase the quality of health care in the community. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവാലുവേഷൻ നടത്തുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ് വിലയിരുത്തുന്നത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി അത് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് കമ്മ്യൂണിറ്റിയിലെ സേവനങ്ങൾ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് എന്നുള്ളത് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? സ്റ്റാൻഡേർഡ് അക്രീഡിയേഷൻ അല്ലെ മാനദണ്ഡങ്ങൾക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സൗണ്ട് ഫോം ചെയ്യല്ലേ, സൗണ്ട് സ്ട്രക്ചർ ഫോമിങ്ങിനെ മാത്രമേയാണ് എല്ലാവരും കൂടി ആലോചിച്ച് ഉറപ്പിച്ച് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് നടപ്പാക്കുമ്പോഴാണ് അത് മറ്റുള്ള ഹോസ്പിറ്റലിനെ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു അംഗീകാരം കിട്ടാനായിട്ടും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൽ മറ്റൊരു ലക്ഷ്യമാണ്. The next എന്താണ്? To provide opportunities for training and research in all sides of a hospital service, health care delivery system and health care administration. അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷന്റെ അല്ലെ ഒരു ഭരണപരമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സേവനങ്ങൾക്കും അത് വിതരണം ചെയ്യുന്നതിനും നല്ലൊരു ട്രെയിനിങ്ങും ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ അതും മറ്റൊരു ലക്ഷ്യമാണ്. നല്ലൊരു സേവനം കാഴ്ചവെക്കുക അല്ലെങ്കിൽ നല്ല ഭരണഘടന ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കാൻ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും ട്രെയിനിങ്ങുകൾക്കും ഈ ഹോസ്പിറ്റലിലേക്ക് നമുക്കറിയാം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് ഇവിടുത്തെ എന്തുകൊണ്ടാണ് ഇത് നല്ല പ്രോപ്പർ ആയിട്ട് പോണല്ലേ, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു ആർക്കും ഒരു ബ്രേക്ക് ഒന്നും വരുന്നില്ല, ഒരുപാട് സമയക്രമത്തിലൊക്കെ നല്ല പങ്ക്ച്വാലിറ്റി ഉണ്ട്, സർവീസുകളെല്ലാം അത് അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ് ഇടയ്ക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് റിസർച്ച് ചെയ്യാനായിട്ട് ഒക്കെ അവിടെ വ്യക്തികളൊക്കെ വരും, റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തും. എങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ സേവനം നടത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നതെന്നൊക്കെ. അപ്പൊ അത് മറ്റുള്ളവർക്കും അല്ലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു പോളിസി രൂപീകരിക്കുന്നതാണെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. നല്ല രൂപീകരണം, നല്ല അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നല്ല ബെറ്റർ ആയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ ചെയ്ത് പോവുകയുള്ളൂ. അപ്പൊ അതൊരു മറ്റൊരു ലക്ഷ്യം കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം, പറയാം. അപ്പോ ഇവിടെ വരെയും വായിച്ചു നോക്കുക. ഓക്കെ, ഇതുവരെ ഞാൻ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? എത്രത്തോളം ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ വായിച്ച് ഓരോ ഇതുകളുണ്ടല്ലേ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതുവരേക്കും നിങ്ങൾ നോക്കിക്കൊണ്ട് വരിക. ഓക്കെ അല്ലേ? എന്തായാലും വായിച്ചു വിട്ടേക്ക് കേട്ടോ. എന്തായാലും അല്ലെങ്കിൽ വായിക്കാതിരുന്ന് കഴിഞ്ഞാല് ഇങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോ കൂടി അങ്ങോട്ട് എന്താണെന്ന് ചിന്തിച്ചു പോകും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. Thank you, ma'am.